കഴിയുമെന്ന് തോന്നുന്നില്ല. അയാളെ ഇങ്ങനെ വെറുതെ വിട്ടാലും ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ ഉള്ളൂ. അയാളുടെ എല്ലാ രഹസ്യങ്ങളും സാറിനറിയാമല്ലോ. ആ വീക്ക് പോയിന്റ് വെച്ച് നമുക്ക് ട്രൈ ചെയ്യാം. അയാളങ്ങനെ എളുപ്പത്തിൽ വഴങ്ങുമെന്ന് തോന്നില്ല. പിന്നെ എന്താ ഇപ്പൊ ഒരു മാർഗം? കൈവിട്ട് കളഞ്ഞാല് ഒന്ന് വരട്ടി നോക്കിയാലോ? അതിന് അയാളെ ഒന്ന് നേരിട്ട് കണ്ടിട്ട് വേണമല്ലോ. കിണറ്റിൽ മുങ്ങിയാൽ കടലിൽ പൊങ്ങുന്ന പാർട്ടിയാ. അബ്രഹാം ഡോക്ടറിനെ അടുത്തുണ്ടെന്ന് ഒരറിവ് കിട്ടിയിട്ടുണ്ട്. മൂപ്പരെ നമുക്കൊന്ന് പോയി കണ്ടാലോ? സാറ് വിഷമിക്കാതെ, അയാളെ ഒതുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഒളിച്ചു താമസിക്കുന്ന ഒരു പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഡോക്ടർ. ഉടനെ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പേഷ്യന്റിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരും. രഹസ്യമായി ചികിത്സിക്കാൻ ഒരു ഡോക്ടർ എന്ന നിലയിൽ പ്ലീസ് ഡോക്ടർ. നിങ്ങൾ ആരാണെന്ന് വ്യക്തമായി എനിക്കറിയില്ല. പറയുന്നത് സത്യമാണോ എന്ന്? ഒരു രോഗിയോട് ഡോക്ടർക്ക് തോന്നാവുന്ന മാനുഷിക മൂല്യമേ ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. ശരി, കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരൂ. പബ്ലിക്കുമായി ബന്ധപ്പെടുത്താതെ ഞാൻ ട്രീറ്റ് ചെയ്യാം. ബോഡി വളരെ വീക്കാണ്. ചില ടെസ്റ്റുകൾ വേണ്ടിവരും. ഒരാഴ്ച കഴിഞ്ഞ് ട്രീറ്റ് ചെയ്യാൻ തുടങ്ങാം. അതുവരെ ഞാനൊന്ന് നോക്കട്ടെ. ശരി ഡോക്ടർ. സ്വപ്നം കാണാനുള്ള കഴിവ് ഇവരുടെ മനസ്സിലുണ്ടോ എന്നാണ്. ഉറങ്ങിക്കിടക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. അടഞ്ഞ കണ്ണുകൾക്ക് മീതെ മിഴികൾ തുടിച്ചു നിൽക്കും. അതുകൂടാതെ കൈവിരലുകൾ ഞെരിക്കാൻ തുടങ്ങും. ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ എന്നെ വിവരം അറിയിക്കണം. ഒരിക്കൽ നിന്റെ മുമ്പിൽ ഓച്ചാനിച്ചിരുന്ന ബാലു അല്ലടി ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? ഞാൻ ചത്തുപോയെന്ന് കരുതി അല്ലേ? 4 വർഷം കൊണ്ട് ഞാൻ നേടിയ വളർച്ച നിനക്ക് ഞാൻ കാണിച്ചു തരും. കുടിക്കേ. മിസ്റ്റർ ബാലു, ഇവിടെ വരൂ. ഈ പേഷ്യന്റിനെ ചികിത്സിക്കണമെന്ന് പറഞ്ഞാണ് താനിവിടെ വന്നത്. എന്താണ് തന്റെ ഉദ്ദേശം? കൊല്ലാനാണോ? ഞാൻ ട്രീറ്റ് ചെയ്യുന്നത് രോഗിയെ സുഖപ്പെടുത്താനാണ്. ഇനി ഒരു നിമിഷം താനോട് നിന്ന് പോരുത്. പോയിക്കൊള്ളൂ. വേണമെന്ന് കരുതി ചെയ്തതല്ല ഡോക്ടർ. കഴിഞ്ഞു പോയ ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പോൾ മനസ്സ് നൊന്നിട്ട. സോറി ഡോക്ടർ. ട്രീറ്റ് ചെയ്ത് സുഖപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അവൾക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കാൻ താൻ തയ്യാറാകണം. ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് അവൾ.
കമല കലശ കൗസല്യ സുപുത്ര കമല കലശ കമല കലശ കൗസല്യ സുപുത്ര കമനീയ ഗാത്ര കമലി മിത്ര കമല കല കമലാപ്തകുല കലശാബ്ദീജൗര കവവൈയനൗ കരുണാസമുദ്ര കമലാപ്തകുല കല ചവിട്ടി മെതിച്ചില്ലേ
കണ്ണ കണ്ണ നിന്റെ പാലുവെട്ട കണ്ണ ഇരിക്കൂ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് വിളിപ്പിച്ചത്. കുട്ടിയെവിടെ? റൂമിലുണ്ട്. ഒരു കാരണവശാലും കുട്ടിയെ ഷോക്ക് അടിപ്പിക്കരുത്. ഐ മീൻ, അവളുടെ ശരീരത്തിൽ ഇനി ഒരിക്കലും കറണ്ട് പാസ് ചെയ്തുകൂടാ. വളരെ സൂക്ഷിക്കണം. വളരെ സൂക്ഷിക്കണം. പ്ലഗ് കുത്താനോ സ്വിച്ച് ഇടാനോ പോലും അനുവദിക്കരുത്. കറണ്ട് പാസ് ചെയ്താൽ പിന്നെ അവളെ നിങ്ങൾക്ക് ജീവനോടെ തിരിച്ചു കിട്ടില്ല. വീട് വരെ ഒന്ന് പോയാലോന്നുണ്ട്. പപ്പയുടെ ഫോട്ടോ എവിടെ നിന്ന് എടുക്കണം? വീട്ടിലെങ്ങനെ ചെല്ലും? നിന്റെ ചിറ്റമ്മ അവരില്ലാത്തപ്പോ ചെല്ലണം. എനിക്ക് സുഖമായെന്ന് പപ്പയുടെ കുഴിമാടത്തിൽ ചെന്നിരുന്ന് പറയണം. പപ്പയ്ക്ക് സന്തോഷമാകും. വേണ്ട, അതൊന്നും ആലോചിക്കണ്ട. ഫോർ നോട്ട് 8. ഡോക്ടർ എന്ത് പറഞ്ഞെന്നറിയുമോ? കണ്ണനെ കൂട്ടി ഔട്ടിങ്ങിന് പോണമെന്ന്. എവിടെ എവിടെ പോണം? വീട്ടിലൊന്ന് പോണമെന്ന് എനിക്ക് വലിയ ആശയുണ്ട്. പോകാം, സമയമായിട്ടില്ല. ഒരു കാര്യം ചോദിക്കട്ടെ? എന്താണ്? എന്നോടുള്ളിൽ വെറുപ്പുണ്ടോ? ഏയ്, എന്താ അങ്ങനെ ചോദിക്കാൻ? തിരിച്ചു വന്നത് എന്നോട് പകരം ചോദിക്കാനല്ലേ? എനിക്ക് ആരോടും പകരം ചോദിക്കാനില്ല. സത്യത്തിൽ ഇപ്പോഴും മനസ്സുകൊണ്ട് എന്നെ ഇഷ്ടമാണോ? ഹലോ, ഡോക്ടർ ബാലു എന്ന ആൻഡ്രൂസ് അല്ലേ? അതെ. ആരാണ്? നമ്മൾ തമ്മിൽ നേരിട്ട് പരിചയമില്ല. ബോംബെയിൽ നിന്ന് ഇന്ന് വന്നു. ഹോട്ടൽ എലൈറ്റിൽ താമസം. താങ്കൾക്ക് വേണ്ടപ്പെട്ട ഒരാൾ എന്നെ പറഞ്ഞയച്ചിരിക്കുകയാണ്. നേരിട്ട് ബന്ധപ്പെടണം. ശരി, ഞാനിപ്പോ വരാം. എവിടെ പോന്നു? റൂം ലോക്ക് ചെയ്തിരുന്നോളൂ. ഹലോ, സുഭദ്ര ചേച്ചിയല്ലേ? ഞാനാ ശിവപ്രസാദ്. കണ്ണൻ എന്റെ കസ്റ്റഡിയിലുണ്ട്. എവിടെ? ദാ ഇവിടെ. അവക്കിപ്പോ വട്ടൊന്നുമില്ല. എന്താ ചെയ്യാ? ഡോക്യുമെന്റ്സ് എല്ലാം അവിടെ ഉണ്ടല്ലോ അല്ലേ? എല്ലാം നിന്റെ പേരിൽ എഴുതി വാങ്ങിക്ക്. അതൊക്കെ വാങ്ങി. ഇവളെ എന്താ ചെയ്യാ? നീ അവിവേകൊന്നും കാട്ടിക്കളയരുത് കേട്ടോ. വിട്ടുകളഞ്ഞാലോ? വേണ്ട, മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളൂ. ഷോക്ക് എടുപ്പിച്ചിട്ടാ മതി. നീ ഉടനെ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളൂ. ഞാനങ്ങെത്താം. കണ്ണ, കണ്ണ, കൊല്ലിഞ്ഞ നിന്നെ വെട്ടിക്കൊല്ലിഞ്ഞ. കൃഷ്ണൻകുട്ടി ഓടാ, ഇങ്ങ് വരാനാ പറഞ്ഞേ. നിന്റെ തന്ത വരും. ഓടാടെ. നിന്നെ കാണാൻ നിന്റെ അമ്മ വന്നിട്ടുണ്ട്. കുട്ടിയെ കാണാനില്ലെന്ന് പറഞ്ഞ് മിസ്സസ് സുഭദ്ര ഒരിക്കലോടെ വന്നിരുന്നു. ടൗണിൽ നിന്ന് പിടിച്ചോണ്ട് വരുന്ന വഴിയാ. ഗൾഫിൽ നിന്ന് എന്നെത്തി? ഒരാഴ്ചയായി. എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവളെന്നെ കൊല്ലും. ഷോക്ക് കൊടുത്ത് പണ്ടത്തെ പോലെ ഇട്ടിരുന്നാൽ ഉപദ്രവമില്ലല്ലോ. അവളെവിടെ?
ഹലോ, ഡോക്ടർ ബാലു അല്ലേ? ധൃതി വെക്കാതെ ഒന്ന് പരിചയപ്പെടാനാണ്. എന്നെ മനസ്സിലായോ? ഞാൻ ആരാണെന്ന് അവൾ പറഞ്ഞിട്ടില്ലേ? നിന്റെ കാമുകി. എന്റെ ഭാര്യ അവള്. നീ 5-6 മാസം കൊണ്ടുപോയി സുഖിച്ചില്ലേ? നീ ഇനി അവളെ കാണണ്ട. കണ്ണ കണ്ണ